അപ്പൊ നമ്മുടെ ഒപ്പം പ്രൊഡ്യൂസറും ജോയിൻ ചെയ്യാൻ പോകുന്ന മൻസൂർ സാറ്. മൻസൂർ സാർ ഇടയിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. അദ്ദേഹം ആക്ച്വലി അദ്ദേഹം പ്രൊഡ്യൂസർ എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം ഒരു ക്രിയേറ്റീവ് മൈൻഡിലേക്ക് പോകുന്നതാണ്. അപ്പം ഈ സിനിമയിലെ ആക്ടറാണ്. സ്ക്രിപ്റ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ മോറോവർ നമ്മളൊരു മണി ഓറിയൻറ്റഡ് പ്രൊഡ്യൂസർമാർ എടുത്ത ഉടനെ തന്നെ ഇതെന്ത് കിട്ടും, എപ്പോൾ കിട്ടും, തിരിച്ചു കിട്ടും ഇല്ല, ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുള്ള അദ്ദേഹത്തിന് ഈ വലിയ ബഡ്ജറ്റിൽ ഫിലിം എടുക്കാൻ പറ്റിയിട്ടില്ല. വലിയ ബഡ്ജറ്റ് ഈ സിനിമ ശരിക്കും പറഞ്ഞല്ലോ ഒരു 100 കോടി ഉണ്ടെങ്കിൽ ഈ സിനിമ അങ്ങ് ഓസ്കാറിൽ പോകുന്ന സിനിമയായിരിക്കും. പക്ഷേ ബഡ്ജറ്റ് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ലളിതസുന്ദരമായ സിനിമ എന്ന് വേണേൽ പറയാം. ലളിതസുന്ദരമായ സിനിമ കൊച്ചു സിനിമയാണെന്ന് പറഞ്ഞാൽ പക്ഷെ അത് നൽകുന്ന മെസ്സേജ് വളരെ വലുതാണ്, ചെറുതല്ല. സിനിമ ചെറുതാണെങ്കിലും ഇതിൽ തരുന്ന മെസ്സേജ് വളരെ വലുതാണ്. ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവുന്ന വരുന്നത് നമ്മൾ തികച്ചും നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഇനി വലിഞ്ഞു മുറുക്കാൻ പോകുന്ന കാലമാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാം ടെക്നോട്രോണിക് സൊസൈറ്റി മാറുകയാണ്. അപ്പൊ അതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നേരത്തെയൊക്കെ ഇപ്പം നമ്മൾ പണ്ട് പറഞ്ഞു കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് വന്ന് ഇന്ന് അണുകുടുംബം മാറിയിട്ട് അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പൊ അവനിലേക്ക് ചുരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, അവന്റെ കൂട്ടുകാരൻ ആരായിരിക്കും? ആരുണ്ടാവില്ല. അപ്പൊ അവര് സ്വന്തം വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അയൽവാസി ആരാണെന്ന് അറിയാത്ത പലരും ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ള ആളുകളുമായിട്ട് സൗഹൃദം മൊബൈൽ ഫോണിലൂടെ പങ്കിടുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്നത്, കുട്ടികൾക്ക് ഇനി ചങ്ങാതിയും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് മാറിയേക്കാം. അങ്ങനെ ഒരു ദുരന്തം വന്നാലുണ്ടാവുന്നൊരു നമ്മുടെ കുടുംബത്തിന്റെ ആ സങ്കല്പങ്ങളൊക്കെ തെറ്റും. അതൊരു വലിയ മെസ്സേജ് ആയിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പൊ ഇതൊരു ഞാൻ ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ തീമിലുള്ള സിനിമയെന്നാണ് നമുക്ക് ഇന്ത്യ സർക്കാരിന്റെ പോർട്ടലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയും ഇങ്ങനെ ഒരു മെസ്സേജ് ലോകത്ത് തന്നെ ആദ്യത്തെ, അങ്ങനെ ഒരുപടി ആദ്യത്തേതെന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. കാരണം നമ്മുടെ ഇതിൽ അവതരിപ്പിക്കുന്ന ഇതിന്റെ ക്യാരക്ടർ, ഇതിന്റെ ടൈറ്റിൽ ക്യാരക്ടർ മോണിക്ക, നമുക്കറിയാം സിരി, അതുപോലെ തന്നെ അലക്സായിൽ നിന്നൊക്കെ മോണിക്കയിലേക്കുള്ള ദൂരം ഈ സിനിമ കാണുമ്പോൾ ബോധ്യപ്പെടുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ വരാൻ പോവുകയാണ്. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ എല്ലാവരും പ്രവചിച്ചു തുടങ്ങി. കാരണം ഇന്ന് ChatGPT-യുടെ ഒക്കെ പുതിയ ഭാവം പറയാൻ പോകുന്നത് അവര് മനുഷ്യനേക്കാളും കൂടുതൽ ബുദ്ധിയുള്ളൊരു നിർമ്മിത ബുദ്ധി വരാൻ പോകുന്നുണ്ടാണ്. അപ്പൊ അതിന്റെ അപകടം വലുതായിരിക്കും. ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും, അതിന്റെ നമുക്ക് ഒരുപാട് മേന്മ ഉണ്ടാവായിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം വലുതാണ്. അത് നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഈ സിനിമ പറയുന്നത്. അപ്പൊ ഈ സിനിമ പറയുമ്പോൾ ഇത് കുട്ടികൾ കാണേണ്ടതാണ്, അമ്മമാര് കാണേണ്ടതാണ്, അധ്യാപകർ കാണേണ്ടതാണ്. ആ അർത്ഥത്തില് ഒരു നല്ല സിനിമ എന്ന് പറയാം. നമ്മളിപ്പം ഇത് സത്യത്തിൽ എന്റർടൈനർ തന്നെയാണ്. ആ ഒരു എന്റർടൈൻമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. കാരണം ആ തിയേറ്ററിൽ ഇരുന്ന് ഈ കാണുന്ന അവസരത്തിൽ ഒരു മെസ്സേജ്, സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ആ ചിത്രം നൽകിയ മെസ്സേജ് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഭയങ്കര ഇമ്പാക്ട് വരുത്തുന്ന ഒരു മൂവി ആയിരിക്കും. ഇപ്പോ നിങ്ങളുടെ ഫസ്റ്റത്തെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ടൈം രണ്ടാമത്തെ മാമുക്കോയുടെ മാമുക്കോയ സാറിനും ലാസ്റ്റ് മൂവി ആയിരുന്നു അല്ലേ? വളരെ ജീവിതഗന്ധിയായ അദ്ദേഹത്തിന്റെ ജീവിതം ഈ ബൈപ്പൂരിലെ ഒരു നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ആ സിനിമ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഇതിപ്പോ നിങ്ങളുടെ രണ്ടാമത്തെ മൂവിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ AI സ്റ്റോറി എന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റിലൂടെ വരാന്നുള്ളത് തീരുമാനിച്ചത്? പുതിയ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അതെ നിലനിൽക്കില്ല. അത് ഇതിലേക്ക് AI-യിലേക്ക് വരുന്നതിന് ഒരു കാരണം മൻസൂറാണ്, അദ്ദേഹത്തിന്റെ മകനാണ്. അത് ഇദ്ദേഹം കന്നഡയിലൊരു സിനിമ ചെയ്തു, ബാലവന ജാദുകാര എന്ന് പറയുന്ന ഒരു സിനിമ. കുട്ടികളെ ഉദ്ദേശിച്ചുള്ള ഒരു പടമായിരുന്നു. ആ സിനിമയുടെ തീം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക്. അതിന്റെ ഒരു ക്രിയേറ്റീവ് ഭാഗമായിട്ട് അദ്ദേഹത്തിനോടൊപ്പം ഞാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു മലയാളത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആലോചിച്ചു. അദ്ദേഹത്തിന്റെ ആ കഥ വേറെ രൂപത്തിൽ കൊണ്ടുവരാനുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ മനാസ് എന്ന് പറയുന്നത്. അവൻ +2 കഴിഞ്ഞ് ഇരിക്കുകയാണ് ആ സമയത്ത്.
അവൻ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഈ ChatGPT ആയിട്ടൊക്കെ പോയി വരുന്നത് ഒരു 1.5 വർഷം മുമ്പാണ് സംഭവം. അന്ന് എല്ലാവരും ഇങ്ങനെ ChatGPT ഒന്നും അറിഞ്ഞു വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ. ആ സമയത്താണ് ഇവൻ എന്നോട് പറയുന്നത്, അപ്പൊ നിങ്ങൾക്കൊരു സെക്രട്ടറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നത് ChatGPT പരിചയപ്പെടുത്തി തരികയാണ്. എന്നോട് പറഞ്ഞു, ഇതൊരു സംഭവം നിങ്ങൾ സിനിമ ചെയ്യുമ്പോൾ ഈ ഒരു തീമിലേക്ക് സിനിമ ചെയ്തൂടെ. അങ്ങനെയാണ് ഞാൻ ഡയറക്ടറായിട്ട് നമ്മുടെ ടീമിന്റെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തിരക്കഥയിലേക്ക് ഞാനും രംഗപ്രവേശം ചെയ്യുന്നത്. ഞങ്ങൾ ഈ വിഷയം ഒന്നിച്ച് പഠിച്ചു. അങ്ങനെ വളരെ മനോഹരമായ ഒരു സിനിമയിലേക്ക് വന്നു.